അത് ബബിതേശ് ഓർത്തോണേ. ഞാനായിട്ട് ഒരു പ്രശ്നത്തിന് പോകുന്നില്ല. പിന്നെ ഇങ്ങോട്ട് ചൊറിഞ്ഞോണ്ട് വന്നാ മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ സീനിയർ വൈജയന്തിയോട് ഫൈറ്റ് ചെയ്യാനാണോ ജൂനിയർ വൈജയന്തിയുടെ തീരുമാനം? ദേ കൃഷ്ണേ, നീന്റെ വായന്ന് കേക്കുവേ. ഹേ, ഞാൻ ഒന്നിനുമില്ല. അച്ഛൻ വരാറായില്ലേ? അതോ ഇന്നും വരത്തില്ലയോ? ഇന്ന് വരുമെന്നല്ലേ പറഞ്ഞേ? അപ്പൊ വരും, വരാതിരിക്കില്ല. കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് വരുന്നതാ നല്ലത്. അത്ര നേരം കൂടി സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ. അച്ഛാ, അച്ഛനെന്താ ലേറ്റ് ആയേ? ഞാനേ കടയിലും കൂടെ ഒന്ന് കയറിട്ടാ വന്നത്. ഇന്നിനി കടയിലോട്ട് പോക്കില്ല. ഞാൻ അവിടുത്തെ പണിയെല്ലാം തീർത്തിട്ടാക്കി പോകുന്നേ. അലീന ചേച്ചി വിളിച്ചായിരുന്നോ? അലീന ചേച്ചിക്ക് സങ്കടമായിരുന്നോ അവിടെ വിട്ടിട്ട് പോന്നപ്പോ? നല്ല സ്ഥലമാണ് അച്ഛാ. അവിടെ എന്ത് ജോലിക്കാ പോയേ? അവിടെ ഓൾറെഡി പണിക്കാരുണ്ട്. എന്ത് ജോലി ചെയ്യണ്ടെന്ന് അറിയത്തില്ലെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു. അവിടെ സേഫ് ആയിരിക്കോ? അച്ഛന് സങ്കടമായോ ചേച്ചി അവിടെ വിട്ടിട്ട് വന്നപ്പോ? ഇതെന്താ അച്ഛനൊന്നും മിണ്ടാത്തെ? ഇനി എനിക്ക് മറുപടി പറയാൻ കുറച്ച് സമയം കിട്ടുമോ? ഇനി എന്തേലും ചോദ്യം കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ വേണമെങ്കിൽ അടിയതോ? ഇല്ല, ഇത്രേ ഉള്ളൂ. ഇനി അച്ഛൻ പറഞ്ഞു. ആ ശരി, പറഞ്ഞോളെ. അലീനെ ഞാൻ വിളിച്ചില്ല, എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. നിങ്ങൾ എന്തായാലും വിളിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പിന്നെ അവക്ക് സങ്കടമായിരുന്നു എന്ന് ചോദിച്ചാ ഞാൻ എന്നതാടി മക്കളെ പറയണ്ടേ?